ഏത് സംസ്ഥാനത്തിന്റെ ആഘോഷമായാലും ആ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ സാധിച്ചാൽ തന്റേതായ ഒരു സിഗ്നേച്ചർ പതിപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ള ഒരു കഴിവ് അത് അന്യാദൃശ്യമാണ്. കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി എൽ മുരുകന്റെ വീട്ടിൽ ഇത്തവണത്തെ പൊങ്കൽ ആഘോഷങ്ങൾ നടക്കുകയായിരുന്നു. അവിടെ നേതി ഉണ്ടാക്കുന്നിടത്തും അവിടെ വീട്ടിൽ നടക്കുന്ന ആഘോഷങ്ങൾക്കുമൊക്കെ കഴിഞ്ഞ ദിവസം മാധുര്യം കൂടാനുള്ള ഒരു കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ ഒരു സാന്നിധ്യം തന്നെയാണ്. അദ്ദേഹം പങ്കെടുത്ത പൊങ്കൽ ആഘോഷമായിരുന്നു ഇക്കുറി കേന്ദ്രമന്ത്രി മുരുകന്റെ വീട്ടിലേത്. കേന്ദ്രമന്ത്രി എൽ മുരുകന്റെ ദില്ലിയിലെ വസതിയിൽ നടന്ന പൊങ്കൽ ആഘോഷങ്ങൾക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തത്. എപ്പോഴും വളരെ നന്നായി ഡ്രസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഏത് അവസരത്തിലും ആ അവസരത്തിന് അനുയോജിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ആ ഒരു വസ്ത്രധാരണം അത് പലപ്പോഴും ചർച്ചയാകാറുണ്ട്. കഴിഞ്ഞ ദിവസം കറുത്ത കോട്ടിനൊപ്പം തമിഴ് പരമ്പരാഗത ശൈലിയിൽ മുണ്ടും തോളിൽ ഷാളുമൊക്കെ ധരിച്ചെത്തിയ ഒരു കാരണവരുടെ ഒരു പ്രതീതിയാണ് അദ്ദേഹം അവിടെ ജനിപ്പിച്ചത്. പൊങ്കൽ തയ്യാറാക്കുന്നതിലും അദ്ദേഹം പങ്കെടുത്തു. തുടർന്ന് പശുവിന് മാല ചാർത്തി. ചടങ്ങിൽ പ്രാർത്ഥനാഗാനം ആലപിച്ചൊരു ചെറിയ പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി കാലിൽ തൊട്ട് അനുഗ്രഹം തേടിയപ്പോൾ ചുമലിലിട്ടിരുന്ന ഷോൾ ആ കുട്ടിക്ക് സമ്മാനിക്കുകയും ചെയ്തു. അതിനുശേഷം പ്രധാനമന്ത്രി സംസാരിച്ചു, പൊങ്കൽ ആശംസകൾ നേർന്നു. തന്റെ ആശംസകളെ തിരുവള്ളുവരെ ഉദ്ധരിച്ച് അദ്ദേഹം സംസാരിച്ചു. ചെറുധാന്യങ്ങളും തമിഴ് പാരമ്പര്യവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കഴിഞ്ഞ തവണ സംസാരിച്ചത് അവിടെ അനുസ്മരിച്ചു. ശരിക്കും പൊങ്കൽ ആഘോഷവേളയിൽ തമിഴ്നാട്ടിലെ സ്ത്രീകൾ വീടിന് പുറത്ത് വരയ്ക്കുന്ന ഒരു കോലമുണ്ട്. അതിനേറെ പ്രാധാന്യമുണ്ട്. മാവ് ഉപയോഗിച്ച് നിലത്തൊരുപാട് കുത്തുകൾ ഉണ്ടാക്കിയാണ് അത് ഡിസൈൻ ചെയ്യുക. ഓരോ കുത്തും പരസ്പരം കണക്ട് ചെയ്ത് അതിൽ നിറങ്ങൾ നിറച്ചൊരു വലിയ കലാസൃഷ്ടിയാണ് അവർ ഉണ്ടാക്കുന്നത്. അപ്പോഴാണ് ആ കോലത്തിന്റെ യഥാർത്ഥ രൂപം കൂടുതൽ ഭംഗിയാകുന്നത്. രാജ്യത്തിന്റെ എല്ലാ കോണുകളും ഇത്തരത്തിൽ വൈകാരികമായി പരസ്പരം ബന്ധിപ്പിക്കുമ്പോൾ രാജ്യത്തിന്റെ ശക്തി പുതിയ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. ഏക ഭാരതം ശ്രേഷ്ഠ ഭാരതത്തിന്റെ ദേശീയ ചൈതന്യത്തെ പൊങ്കൽ ഉത്സവം പ്രതിഫലിപ്പിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കാശി തമിഴ് സംഗമം, സൗരാഷ്ട്ര തമിഴ് സംഗമം ഇതിലൂടെ ആരംഭിച്ച പാരമ്പര്യത്തിലും ഇതേ മനോഭാവം കാണാമെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെയാണ്. തമിഴ്നാട്ടിൽ BJP കൂടുതൽ സീറ്റുകൾ ലക്ഷ്യമിടുകയാണ്. ആ അവസരത്തിലാണ് നരേന്ദ്രമോദിയുടെ ഇത്തരത്തിലുള്ള പൊങ്കൽ ആഘോഷം. വേണ്ടിടത്ത് ചെയ്യാൻ അദ്ദേഹത്തിന് വളരെ നന്നായി അറിയാം എന്നതിന്റെ മറ്റൊരു തെളിവ് കൂടിയാണ് ഇത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം പൊങ്കൽ ആഘോഷിക്കാൻ സാധിച്ചതിന്റെ സന്തോഷം അറിയിച്ച് നടി മീനയും രംഗത്തെത്തിയിരുന്നു. മീനയും ഈ ചടങ്ങിൽ സന്നിഹിതയായിരുന്നു. വാക്കുകൾക്കതീതമായ ബഹുമതിയാണ് പ്രധാനമന്ത്രിക്കൊപ്പം പൊങ്കൽ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത് എന്നാണ് നടി പറഞ്ഞ വാക്കുകൾ. സമൂഹ മാധ്യമങ്ങളിൽ പ്രധാനമന്ത്രിക്കൊപ്പമുള്ള ഒരു ഫോട്ടോയും മീന പങ്കുവച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം പൊങ്കൽ ആഘോഷിക്കാൻ കഴിഞ്ഞത് വാക്കുകൾക്ക് അതീതമായൊരു ബഹുമതിയാണ്. സമ്പന്നമായ ഈ അനുഭവത്തിനും ഐക്യത്തിനും നന്ദി എന്ന് മീന കുറിച്ചു. കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ എൽ മുരുകന്റെ ദില്ലിയിലെ വസതിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രധാനമന്ത്രിക്കൊപ്പം കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനും ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിലെ പാരമ്പര്യ വസ്ത്രം അണിഞ്ഞാണ് പ്രധാനമന്ത്രി എത്തിയത്. കറുത്ത കോട്ടും വെള്ളമുണ്ടും ധോത്തിയുമായിരുന്നു അദ്ദേഹത്തിന്റെ വസ്ത്രം. ഏക ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്ന ആ സങ്കല്പത്തെ ഇത്രയധികം മനോഹരമാക്കുന്ന ആഘോഷങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ആ ആഘോഷങ്ങൾ നല്ല രീതിയിൽ സംഘടിപ്പിക്കുമ്പോഴാണ് ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന ആ ആശയത്തെ അതിന്റെ ഫലത്തിൽ കൊണ്ടെത്തിക്കാൻ നമുക്ക് സാധിക്കുന്നത് എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ ശരിക്കും പറഞ്ഞാൽ ഓരോ ഭാരതീയനും ഉൾക്കൊള്ളേണ്ടത് തന്നെയാണ്. ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന ആ ആശയം രാജ്യത്തിനകത്ത് ഇത്രമാത്രം ഫലവത്താക്കാൻ അല്ലെങ്കിൽ അത് യാഥാർത്ഥ്യമാക്കാൻ പ്രവർത്തിച്ച ഒരു പ്രധാനമന്ത്രി തന്നെയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് ഇത്തരം ആഘോഷങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കുന്നതിലൂടെയും ആ ആഘോഷങ്ങളിൽ അദ്ദേഹം നൽകുന്ന ചില ഉപദേശങ്ങളിലൂടെയും ഭാരത സംസ്കാരത്തെക്കുറിച്ച് അദ്ദേഹം അഭിമാനം കൊള്ളുന്നതിലൂടെയും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.